Assalamualaikum. Welcome to Zeus Pepe Candy. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കിച്ചടിയാണ്. ഈ റെസിപ്പി എൻ്റെ ചാച്ചിയുടെ റെസിപ്പിയാണ് കേട്ടോ. ചാച്ചി ഒരു അമേസിങ് കുക്കാണ്. കാർബോഹൈഡ്രേറ്റ്സും മിനറൽസും വൈറ്റമിൻസും പിന്നെ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസും നിറഞ്ഞ നല്ലൊരു ഡിഷാണ് കേട്ടോ ഈ ഒരു മൂങ് ദാൽ കിച്ചടി. ഇതിനായിട്ട് ഞാൻ ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട്. 1 കപ്പ് ചെറുപയർ പരിപ്പ് നന്നായി കഴുകി കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഒരുപാട് ഫൈബേഴ്സും മഗ്നീഷ്യവും കോപ്പറും പ്രോട്ടീനും ഒക്കെ ഉള്ള ഫോളിക് ആസിഡൊക്കെ ഉള്ള നല്ലൊരു ഫുഡ് ഐറ്റമാണ് ഈ ചെറുപയർ പരിപ്പ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാൻ ഐഡിയൽ ആയിട്ടുള്ളൊരു ഫുഡാണ് ഈ കിച്ചടി. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ജീരകശാല അരി 1/2 കപ്പ് കഴുകി ചേർക്കുന്നുണ്ട്. അപ്പോൾ 1 കപ്പ് ചെറുപയർ പരിപ്പിന് 1/2 കപ്പ് അരി എന്നുള്ള കണക്കിലാണ് നമ്മളിവിടെ കുക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിനകത്തേക്ക് ഇനി നമുക്ക് വേണ്ടത് 1 തേങ്ങയുടെ 1/4 ഭാഗം. അതിൽ നിന്ന് നമ്മൾ 1-ാം പാലും 2-ാം പാലും 3-ാം പാലും എടുത്ത് മാറ്റി വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇതെടുക്കാൻ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. 1-ാം പാലെന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ സ്ക്വീസ് ചെയ്ത് കിട്ടുന്ന നല്ല തിക്ക് കോക്കനട്ട് മിൽക്ക്. രണ്ടാമത് നമ്മൾ മിക്സിയിലൊന്ന് അടിച്ചെടുക്കുന്ന 2-ാമത്തെ മിൽക്ക്. 3-ാമത്തത് ഭയങ്കര തിന്നായിട്ടുള്ള ഇതേ പ്രോസസ്സ് തന്നെ വെള്ളം ഒഴിച്ചൊന്നും കൂടെ അടിച്ചെടുത്താൽ 3-ാമത് കിട്ടുന്ന പാലാണ് 3-ാം പാൽ. അപ്പം നമ്മളിത് കുക്ക് ചെയ്യുന്നത് 3-ാം പാലിലാണ്. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് 1.5 കപ്പ് 3-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതല്ല 3-ാം പാലല്ല എന്നുണ്ടെങ്കിൽ സാധാരണ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കുക്ക് ചെയ്തെടുത്തിട്ട് പിന്നീട് തേങ്ങാപ്പാൽ ചേർത്താലും മതി. 2-ാം പാലും 1-ാം പാലും ചേർത്താലും മതി. പക്ഷേ ഇവിടെ ഇപ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് ഇതായതുകൊണ്ട് ഞാനിവിടെ 3-ാം പാലിലാണ് പരിപ്പും അരിയും കൂടെ കുക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇനി ഞാനിത് കുക്കറിൽ 2 വിസിൽ കേൾപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒന്നാം പാലും 2-ാം പാലും നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതിനകത്തേക്ക് നമ്മൾ പായസത്തിലൊക്കെ ചേർക്കുന്ന പോലെ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ലതായി പഞ്ചസാര ചേർക്കുന്നതായിരിക്കും ഈ ഒരു ഡിഷിന് നല്ലത്. എന്നിട്ട് നമുക്ക് നന്നായി ഇത് തിളപ്പിക്കാൻ വെക്കാം. ഇനി മധുരം യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ നമ്മൾ പരിപ്പും അരിയും വേവിക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് കൂടെ ആഡ് ചെയ്താൽ ഇത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു മീലായിട്ട് കൺസിഡർ ചെയ്യാം. ഡയബറ്റീസ് ഒക്കെ ഉള്ളവർക്ക് ഇൻസുലിൻ കൺട്രോൾ വരുത്താനൊക്കെ നല്ലൊരു ഡിഷാണ് കേട്ടോ ഈ ഒരു മൂങ് ദാൽ കിച്ചടി വിത്ത് വെജിറ്റബിൾസ്. ഇനി നമ്മൾ സെർവ് ചെയ്യുന്നതിന് തൊട്ട് മുൻപ് ഇതൊന്ന് തിക്കാവും. ആ ഒരു സമയത്ത് നമുക്ക് തിക്ക് കോക്കനട്ട് മിൽക്ക്, അതായത് 1-ാം പാൽ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. 1-ാം പാൽ ചേർത്ത് കൊടുത്താൽ പിന്നെ തിളയ്ക്കേണ്ട കാര്യമില്ല. അതായത് ഒരുപാട് തിളയ്ക്കേണ്ട കാര്യമില്ല. 1-2 തിള വന്നു കഴിയുമ്പോൾ തന്നെ നമുക്ക് അതിനകത്തേക്ക് 1 സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിനകത്ത് കാർഡമം പൗഡറോ അല്ലെങ്കിൽ ചെറിയുള്ളി വഴറ്റി ചേർക്കേണ്ട ഒന്നും ആവശ്യമില്ല കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ തന്നെ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നോമ്പ് തുറക്കുന്ന സമയത്ത് അതല്ലെങ്കിൽ സുഹൂർ സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയൊരു ഐഡിയൽ മീലായിട്ട് നമുക്കിത് കൺസിഡർ ചെയ്യാം. കുട്ടികൾക്ക് കൊടുക്കാനായാലും അതല്ലെങ്കിൽ അസുഖമായിട്ടുള്ളവർക്ക് കഴിക്കാനായാലും ഇതിൽ മധുരം മാറ്റി വെജിറ്റബിൾസ് ആഡ് ചെയ്താൽ കുറച്ചും കൂടെ ഹെൽത്തിയും കൂടെ ആവും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഒന്നും മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്. സീൻ ആൻഡ് ദ വീഡിയോ. ബൈ.